ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് നമ്മുടെ നേതൃത്വം അവിടുത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന വലിയൊരു പരിഗണനയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ പല കാര്യങ്ങളിലും ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ മാറ്റി നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലാണെങ്കിൽ പോലും ക്രിസ്ത്യൻ സമൂഹത്തെ പരിഗണിക്കാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ശ്രീനാരായണ ഗുരു ആലുവായിൽ സർവമത സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു ആദർശ മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വെച്ചത് അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്നായിരുന്നു. വാസ്തവത്തിൽ ഇത് എല്ലാ മതങ്ങളെയും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തില് നിലപാടുകൾ എടുക്കുകയും തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആരോഗ്യകരമായ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. അതേസമയത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു തത്വത്തെ അല്ലെങ്കിൽ ഈ ഒരു മൂല്യത്തെ ഇന്ത്യയുടെ മതേതരമായ അതിന്റെ ഒരു പൈതൃകത്തെ മുഴുവനും കൊഞ്ഞനം കുത്തി കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. നമുക്കിത് ഈ ക്രിസ്മസിന്റെ ഈ സന്ദർഭത്തിൽ നമുക്കറിയാം, ലോകത്തിന് മുഴുവനും സ്നേഹത്തിന്റെ കാരുണ്യത്തിന് പുതിയൊരു മാനവും ഒരു നിർവചനവും നൽകിയ ഈശോയുടെ ജനനത്തിന്റെ ആഘോഷം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ ഒരു 60% സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ക്രിസ്മസ് ആഘോഷം നടത്തുവാനായിട്ടുള്ള അല്ലെങ്കിൽ അതില് പങ്കുചേരാനായിട്ടുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുന്നത് ഏത് തരത്തിൽ ചിന്തിച്ചാലും അത് അന്യായമാണ്, ഒരുതരം അതിക്രമമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം 23-ാം തീയതി പരീക്ഷ നിർബന്ധപൂർവ്വം രാവിലെ ഉച്ചകഴിഞ്ഞ് നടത്തണം എന്നുള്ളത് വാശി എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 5-ാം തീയതിയാണ് സ്കൂള് പുനരാരംഭിക്കുന്നത്. 6-ാം തീയതി പരീക്ഷ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ 6-ാം തീയതി എന്നുള്ള ഒരു ദിവസം കൂടി കൂടുതൽ കൊടുത്താൽ പോലും 23-ാം തീയതി നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചെലവഴിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും വകവെക്കാതെ എന്തോ ആർക്കോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭരണകൂടം അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നവര് ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പാവകളായി മാറുന്നതിന്റെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അത് ഈ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ പുതിയ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വളരെ ദയനീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അത് മേളകളാകട്ടെ അല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാം ഞായറാഴ്ചകളിലേക്ക് മാറ്റി ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ, പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതേ സമയത്ത് ഇത് പരസ്പരം ആദരിക്കാനും മാനിക്കാനും ഒക്കെയുള്ള ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തില് ഇത് തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. ഇത് മറ്റൊരു സാധ്യതയും ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഇനിയും ഇഷ്ടം പോലെ ഈ ഒരു ദിവസം മാറ്റിവെക്കുന്ന കാര്യമേ ഉള്ളൂ പരീക്ഷ. അതിനൊന്നും തുനിയാതെ ഗവൺമെന്റ് നടത്തുന്ന ഈ വില കുറഞ്ഞ ഈ ഒരു സമീപനം അത് തിരുത്തേണ്ടതുണ്ട്. തിരുത്തും എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളെ കൂടുതൽ വിഡ്ഢികളാക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ഈ വളരെ ക്രൂരമായ സമീപനം നീളുന്നതില് കേരള സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന മതനിരപേക്ഷ സമൂഹം എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്ന, മതേതരത്തിന് വില കൽപ്പിക്കുന്ന ആളുകളൊക്കെ അത്തരത്തില് നിരാശയിലാണ് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണുള്ളത്. ശ്രീ ടോം മാത്യു, സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ക്രൈസ്തവ സമുദായങ്ങളെ മാറ്റി നിർത്തുന്നതും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളാത്തതും ഒക്കെ ഈ അടുത്തുണ്ടായ സംഭവങ്ങളാണ്. എനിക്കൊന്ന് മുമ്പും ക്രിസ്തുമസിന് ലീവുകൾ കിട്ടിയിരുന്നു, നമുക്കൊക്കെ 10 ദിവസം ലീവൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇത് അജണ്ട ആ തരത്തിൽ നമുക്കറിയത്തില്ലല്ലോ. ആ രീതിയിൽ എനിക്ക് സമീപിക്കാൻ നമുക്ക് അതിനുള്ള ധാരണ എനിക്കും പോരാ. അതേ സമയത്ത് ഇത് ഒരു മര്യാദയാണ്. ഒരു
ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇവിടെ ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളെയും അവരുടെ വികാരങ്ങളെ മാനിക്കാനും അതിനെ വ്രണപ്പെടുത്താതെ അതിനെ പരിരക്ഷിക്കാനും എന്താണ് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. അപ്പൊ ആ ഒരു ജനക്ഷേമ താല്പര്യങ്ങള് മുൻനിർത്തിയുള്ള തീരുമാനങ്ങളും സമീപനങ്ങളും സ്വീകരിക്കാനായിട്ട് ഇവര് കുറെ കാലമായിട്ട് തയ്യാറാകുന്നില്ല. അതില് ക്രിസ്തീയ വിശ്വാസം ഉള്ള ആളുകളുടെ വ്രണങ്ങളെ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ ഒട്ടും മാനിക്കാത്ത ഒരു പ്രവണത അത് മറ്റേത് കാലത്തില്ലാത്തതിനേക്കാൾ രൂക്ഷമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അതിന്റെ പിന്നില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭരണവ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബ്യൂറോക്രസിയുടെ ഒരു കടന്നുകയറ്റമാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ പ്രഭുത്വം പറയുന്ന കാര്യങ്ങളെ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി കാണാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പാപ്പരത്വമായിട്ട് മാത്രമേ നമുക്കിതിനെ വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു സമൂഹത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശങ്ങളും അതുപോലെ ഒരു പരിഗണനയൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു സാമൂഹിക മര്യാദ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിലൊരു തീരുമാനമാക്കുവാൻ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുവാൻ എല്ലാവർക്കും ഉതകുന്ന തരത്തിലുള്ള ഒരു നടപടി എടുക്കുവാൻ നമ്മുടെ സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.